വെൽക്കം ടു എസ്പയർ ഡിഫൻസ്. ഇന്ന് എസ്പയർ ഡിഫൻസ് അക്കാഡമിക്ക് അഭിമാനത്തിന്റെ നിമിഷമാണ്. പ്രശസ്തമായ മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2025 പരീക്ഷയിൽ എസ്പയർ ഡിഫൻസ് അക്കാഡമിയുടെ നിരവധി വിദ്യാർത്ഥികളാണ് മികച്ച ഓൾ ഇന്ത്യ റാങ്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അവയിൽ ഓൾ ഇന്ത്യ റാങ്ക് 76 വാങ്ങിയ എസ്പയർ ഡിഫൻസ് അക്കാഡമിയുടെ അഭിമാന വിദ്യാർത്ഥി ഗൗരി കമാൻഡ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഗൗരി പങ്കെടുക്കുകയാണ്. തൻ്റെ വിജയയാത്രയും അനുഭവങ്ങളും ഗൗരി ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഗൗരി. വെൽക്കം ടു എസ്പയർ ഡിഫൻസ്. വെൽക്കം ഗൗരി. Thank you, sir. Okay, Gauri. So Gauri got admission to Air Force Hospital, Bangalore, right? Yes. Okay. സോ Okay. ഗൗരി എസ്പയർ ഡിഫൻസിന്റെ ഈ വർഷത്തെ ഏറ്റവും ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിൽ ഒരാളാണ്. ഓൾ ഇന്ത്യ റാങ്ക് ഓഫ് 76. ആദ്യമേ അഭിനന്ദനങ്ങൾ. ഓക്കെ Thank you. Thank you. ഗൗരി, ഫസ്റ്റ് റിസൾട്ട് 2025 MNS റിസൾട്ട് അറിഞ്ഞ ആ ഒരു മൊമെന്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Oh, it's a memorable moment. I think I am already excited. ഓക്കെ, വളരെ സന്തോഷമായിരുന്നു അല്ലേ Of ഗൗരിക്ക്? course. എവിടെയായിരുന്നു ആ സമയത്ത്? എറണാകുളത്തായിരുന്നോ? എറണാകുളത്തായിരുന്നു. തൃപ്പൂണിത്തുറയ്ക്ക് പോയിട്ട് വരുമായിരുന്നു. അഡ്മിഷൻ Okay, ജോയിൻ ചെയ്യാനായിട്ട്, ആയുർവേദയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോയിട്ട് വരുന്ന വഴിയായിരുന്നു. റിസൾട്ട് അറിഞ്ഞത്. അതൊരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ആദ്യം വിശ്വസിച്ചോ? ഓ, അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ട് ഞാൻ എന്റെ നമ്പർ കണ്ടില്ല. പിന്നെ എന്റെ ബ്രദർ ആണ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് എന്റെ നമ്പർ ഉണ്ട് പറഞ്ഞേ. പിന്നെ നോക്കാ എനിക്ക് അപ്പോഴും ഇതായിട്ടില്ല. പിന്നെ മെയിൽ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും അത് അക്സെപ്റ്റ് ചെയ്തത്, എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ ഗൗരി, ആദ്യം ആരുടെ അടുത്ത സന്തോഷം പങ്കിട്ടെ? എന്റെ കൂടെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ചേട്ടനെ വിളിച്ചു, അച്ഛനെ വിളിച്ചു. എല്ലാവരും ഹാപ്പി ആണോ? ഓ, എല്ലാരും ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ ഗൗരി, ഗൗരി ഈ 2025 മിലിറ്ററി നഴ്സിംഗ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആദ്യം തൊട്ട്? ഞാൻ നീറ്റ് എഴുതി കഴിഞ്ഞിട്ടാണ് ഇതിനെ പറ്റി അറിയുന്നത്. അപ്പം ഞാൻ 2023 ജോയിൻ ഇന്ത്യൻ ആർമിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നെ ഈ വർഷത്തെയാണ് ഞാൻ MNS അപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അങ്ങനെ ഞാൻ ജൂണില് ഇതിന്റെ ഇത് വന്നപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ആക്ടറിന്റെ ഇത് കണ്ടത്. അങ്ങനെ ഒരു യൂട്യൂബില് വീഡിയോ കണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് വിളിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, ക്ലാസ് ഒക്കെ കണ്ടു. എല്ലാം നല്ല പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു. എല്ലാം നമുക്ക് ജനറൽ ഇന്റലിജൻസ് ആണേലും എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാൻ പറ്റി. ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അങ്ങനെയാണ് പോയത്. പിന്നെ ജനറൽ നോളജ് ആണ് ഞാൻ ഇച്ചിരി ബാക്കിലോട്ടുള്ളത്. അത് നിങ്ങളുടെ ക്ലാസ് വഴി കിട്ടിയതൊക്കെ. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗൗരി. സോ ഗൗരി, ഈ നമ്മുടെ നാട്ടില് നമ്മുടെ മക്കള് ഒരുപാട് പേര് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആണ്, എല്ലാ മക്കളും. അവരൊക്കെ സ്ട്രെസ് കൊണ്ടാണ് ഇരിക്കുന്നത്. ബിക്കോസ് എല്ലാവരുടെയും പേടി MBBS അഡ്മിഷൻ കിട്ടില്ല, അപ്പോ എന്റെ ലൈഫ് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും ലൈഫിൽ? കാരണം MBBS എപ്പോഴും ഒരു 600+ ഒക്കെ എപ്പോഴും വേണ്ടി വരും എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. അവിടെയാണ് പലർക്കും അറിയാത്തത്, AFMC അല്ലെങ്കിൽ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസിന് വളരെ കുറഞ്ഞ നീറ്റ് സ്കോർ മതി കമ്പയർഡ് ടു MBBS. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗൗരി എങ്ങനെ കാണുന്നു? ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാ. ഞാൻ കരുതുന്ന, എന്റെ ചേട്ടൻ ബ്രദർ ആർമിയിലാണ്. അപ്പം ആ ഒരു ഇതായിരിക്കാം എന്നെ ഈ മിലിറ്ററി നഴ്സിംഗ് അല്ലെങ്കിൽ മിലിറ്ററിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബാക്ക് ബോൺ എന്ന് വേണേ പറയാം. അപ്പോ ഞാനും നീറ്റ് 2 വർഷം റിപ്പീറ്റ് ചെയ്തതാ. കഴിഞ്ഞ വർഷം എനിക്ക് 590 സ്കോർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും MBBS വേണ്ടിയിട്ട് ഞാൻ നോക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ വർഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരിത് പിന്നീട് എനിക്ക് എക്സാം കഴിഞ്ഞു. ഈ വർഷത്തെ ഇത്തിരി ടഫായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു ഓപ്പർച്യൂണിറ്റി, ഇനി എനിക്ക് ഒരു ഇയർ കളഞ്ഞ് നോക്കാനൊരു ഇതില്ലാഞ്ഞത് കൊണ്ട് അതിലും MBBS എനിക്ക് ഇച്ചിരൂടെ ബെറ്റർ ആയിട്ട് തോന്നിയ ഓപ്ഷൻസിൽ ഒന്നാണ് MNS. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ആസ്പയർ ഡിഫൻസിൽ ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക്
കിട്ടി. ഈ വലിയൊരു സക്സസിലേക്ക് ഗൗരി എത്തി അല്ലേ? അതെ. ഓക്കെ ഗൗരി. സോ ഗൗരിയുടെ ഒരു അഭിപ്രായം, നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികള് MBBS അല്ലാതെ ഒരു പ്ലാൻ ബി ഓപ്ഷൻ ആയിട്ട് അവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ആണോ AFMC അല്ലെങ്കിൽ MNS? അഫ്കോഴ്സ് ഈ MNS പറയുമ്പോ നഴ്സിംഗ് മാത്രമല്ല, ഇതൊരു യൂണിഫോമിന്റെ ഒരു പ്രൈഡും കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊരു ഓഫീസർ റാങ്ക് ആണ്, ലെഫ്റ്റനന്റ് ആയിട്ടാണ് കയറുന്നത്. പെർമനന്റ് സർവീസ് ആകാം, അല്ലെങ്കിൽ ഷോർട്ട് സർവീസ് ആവാം. അത് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ പോലെ ഇരിക്കും. അത് നല്ലൊരു അവിടെ ഗൗരിക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ കൂടെ തരാം. നമ്മുടെ സ്റ്റുഡന്റ്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഗൗരീനെ പോലെയുള്ള മക്കളായിട്ടുള്ള ഒരു കുട്ടിയാണ് അശ്വിനി. അശ്വിനി ഇതേപോലെ വളരെ കഷ്ടപ്പെട്ടിട്ട് അശ്വിനിക്ക് അഡ്മിഷൻ കിട്ടി. ഷി വാസ് ഓൾ ഇന്ത്യ റാങ്ക് 146 or something that year. So she joined in INHS Ashwini. Her name is Ashwini. She joined in INHS Ashwini. Okay, 4 years back, 2020. So now she passed out. This year 2024 she passed out. So ആ കുട്ടി നമ്മളെ വിളിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, സർ ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 2ാമത്തെ റാങ്കിൽ ഞാൻ MNS പാസ്സായി എന്ന് പറഞ്ഞു. അതായത് ഈ 4 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴും നിങ്ങൾക്കൊരു റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്കില് ഓൾ ഇന്ത്യയില് എല്ലാ കോളേജസ് നിന്നും ഷീ വാസ് ദി സെക്കൻഡ് ടോപ്പർ. അപ്പോ പുള്ളിക്കാരിക്ക് പെർമനന്റ് കമ്മീഷൻ തന്നെ കിട്ടി. പുള്ളിക്കാരി ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതേപോലെ ഗൗരീനെയും നമ്മൾ ഒരു ഓൾ ഇന്ത്യ ടോപ്പറായിട്ട് പ്രതീക്ഷിക്കും ഫ്യൂച്ചറിൽ. ഓക്കെ, റൈറ്റ്. ഓക്കെ ഗൗരി, എന്റെ അടുത്ത ചോദ്യം, ഗൗരിക്ക് തോന്നിയിരുന്നോ കുറച്ച് മുന്നേ തന്നെ മിലിറ്ററി നഴ്സിംഗിനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തെ തന്നെ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്? യെസ്, അതിനെ കുറിച്ച് എന്താ? അത് 2023 ഞാൻ ജോയിൻ ഇന്ത്യൻ ആർമിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോഴും ഈ MNSന്റെ ഇത് വന്നു കിടന്നു. പക്ഷെ നമ്മള് നീറ്റ് MBBS ആ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കിതിനെ പറ്റി ബാക്കിയൊരു നമ്മുടെ നാട്ടിലാണേലും അധികം പേരൊന്നും ഇത് ചൂസ് ചെയ്യുന്നവരില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഇത് ചൂസ് ചെയ്യുന്നവരുള്ളൂ. അപ്പൊ അതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കുറവുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ അന്വേഷിച്ച് നമുക്കൊരു വേണമെന്ന് തോന്നുന്ന ഒരു പീക്ക് മൊമെന്റിലാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെയാണ് തുടങ്ങിയത് പ്രിപ്പറേഷൻ. ഓക്കെ, ഗ്രേറ്റ് ഗൗരി. സോ ഗൗരി, എന്റെ അടുത്ത ഒരു ചോദ്യം, അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അവസാനത്തെ മിനിറ്റിലേക്ക് മിലിറ്ററി നഴ്സിംഗ് പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നീറ്റിന്റെ കൂടെ തന്നെ, നീറ്റിന് പഠിക്കുന്നതേ ഒരു സ്ട്രെസ്ഫുൾ പ്രോസസ്സാണ്, കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജനറൽ നോളജിന്റെ ക്ലാസ്സുകൾ കാണാം. അത് നിങ്ങൾക്ക് പാരലലി ആ 1 year നീറ്റിന്റെ കൂടെ തന്നെ കൊണ്ടുപോയാൽ വളരെ ഈസി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ആ ക്ലാസ്സുകൾ കണ്ടു തീർക്കാനും കൂടെ നീറ്റിന്റെ സ്ട്രെസ് കുറക്കാനും നമുക്ക് MNS എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടെ അവിടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അല്ലേ? അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അടുത്ത വർഷത്തെ പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് എന്താ ഗൗരിയുടെ സജഷൻ? നിങ്ങൾ ആദ്യമേ പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണോ മിലിറ്ററി നഴ്സിംഗിന് നല്ലത്, അല്ലെ ലാസ്റ്റ് മിനിറ്റിലേക്ക് കൊണ്ടുപോകണോ? ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുവരുമ്പോ ഹറിബറി ആവും, നമുക്ക് ടെൻഷൻ വീണ്ടും പീക്കിലേക്ക് എത്തും. തീരുവോ? ജനറൽ നോളജ് ഒക്കെ ബോട്ടം ടു നമ്മൾ പഠിക്കണം. അപ്പൊ എവിടം വരെ എത്തും, ഇവിടുന്ന് എല്ലാം കൂടെ നമ്മൾ ഭയങ്കര ടെൻഷൻ ആവും. പിന്നെ അവിടുത്തെ ഇന്റർവ്യൂ ആണെങ്കിലും അവർ കൂടുതലും ജനറൽ നോളജ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് ദ മൊമെന്റ് MNSലേക്കാണ് പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അറ്റ് ദ മൊമെന്റ് ഓഫ് നീറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ MNSന്റെ ഇതും സ്റ്റാർട്ട് ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നീറ്റിന്റെ സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും, അല്ലേ ഗൗരി? കുറയ്ക്കുകയും ചെയ്യും. ഇത് നമുക്ക് നീറ്റിനെ പറയുമ്പോൾ 16 മണിക്കൂറോ 12 മണിക്കൂറൊക്കെ പഠിക്കണം. അതിന്റെ കൂട്ടത്തിൽ ഒരു 4 മണിക്കൂറൊക്കെ അത്രയൊന്നും വേണ്ട, 1 hour ഒക്കെ ജസ്റ്റ് നമ്മുടെ റിലാക്സേഷൻ. ഈ ജനറൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് മെന്റലി നല്ല ഒരു ഇത് കിട്ടുന്നതാ, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാ. അതെ നമുക്ക് ചെയ്യുമ്പോ കിട്ടിക്കഴിയുമ്പോ ഉള്ള ഒരു ഹാപ്പിനെസ് അത് വേറെ, ഒരു ഡോപ്പമിൻ ട്രിഗർ വരും, അല്ലേ? അതെ എക്സാക്ട്ലി, കറക്റ്റ് ആണ് പറഞ്ഞത്. ഓക്കെ ഗൗരി, എന്റെ അടുത്ത ചോദ്യം, ഫാമിലിയില് ഗൗരി പറഞ്ഞു, എന്തായാലും ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ്. ഫാമിലിനെ കുറിച്ച് ഒന്ന് പറയാമോ, ഗൗരിയുടെ ഫാമിലിനെ കുറിച്ച്? ഫാമിലി, എന്റെ ഫാദർ മസ്കറ്റിലെ എബ്രോഡ് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മ ഹൗസ് വൈഫ് ആണ്.
എന്റെ ബ്രദർ മിലിറ്ററിയിൽ സെർവ് ചെയ്യുന്ന ഒരു സോൾജിയർ ആണ്. നായിക് റാങ്ക് ആണ്. MEGയില് മിലിറ്ററി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലായിരുന്നു. ഓക്കെ. ആ അങ്ങനെ അതാണ് എന്റെ കുഞ്ഞി ഫാമിലി. പിന്നെ ഒരു ഗ്രാൻഡ് മദർ ഉണ്ട്. ഉമ്മ വീട്ടിലുണ്ട്. ഓക്കെ. എവിടുന്നാണ് ഗൗരിയുടെ സ്ഥലം? ഫ്രം ആലപ്പുഴ, കേരള. ആലപ്പുഴ, കേരള. വെരി ഗുഡ്. സോ ഗൗരി, 2025 മിലിറ്ററി നഴ്സിംഗ് സർവീസിന് പോയപ്പോ ഇപ്പോ ആദ്യം തൊട്ടേ നമ്മുടെ എസ്പയർ ഡിഫൻസിന്റെ ക്ലാസ്സസ് കാണുന്നുണ്ട്, നമ്മൾ വിളിക്കുമ്പോഴൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഒരു ഗൈഡൻസും ക്ലാസ്സുകളും അവിടെ CBT എക്സാമിനും ഇന്റർവ്യൂവിനൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? ടിൽ നമ്മുടെ ഇപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സ് വരെയുള്ള ആ ഒരു സമയം നമ്മുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് പറയാം. എല്ലാം റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന്റെ മിസ് സാവിത്രി മാഡത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. റെക്കോർഡഡ് ആയിരുന്നു. എന്നാൽ കൂടെ നല്ല ഒരു മോട്ടിവേഷൻ ആയിരുന്നു. നമുക്കൊരു അവിടെ നിന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് നേരത്തെ കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അങ്ങനെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എക്സാമിന് പോയെന്നും ഞാനിവിടെ വന്നു ഉറപ്പ് വരുത്തി. സാറ് വിളിച്ചിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയായിരുന്നു, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എക്സാമിനെ പറ്റി ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. ഇന്റർവ്യൂ ഫുൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തലേ ദിവസം, ഇന്റർവ്യൂവിന്റെ തലേ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു തോന്നുന്നു. ഉണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു. അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സംസാരിച്ചിരുന്നു. ആരോ എന്റെ കൂട്ടത്തിൽ, എനിക്ക് കണ്ടു പരിചയമില്ല, ആരോ അവിടെ എന്റെ കൂട്ടത്തിലുണ്ട്, ഇതേ ഡേയില് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ അന്വേഷിച്ചിരുന്നു അവിടെ. എന്തായാലും 2025 MNS CBT എക്സാം നടന്ന ദിവസം ഇപ്പോഴും ഓർമ്മ കാണും. ഇന്റർവ്യൂ നടന്ന ദിവസം, ആ ദിവസം ആ CBT എക്സാമിനെയും ഇന്റർവ്യൂവിനെയും കുറിച്ച് വളരെ ബ്രീഫ് ആയിട്ടൊന്ന് പറയാമോ? ഇന്റർവ്യൂ വന്നിട്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. മൊമെന്റ് ഞാൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്ന മുതല് ഇറങ്ങി വരുന്ന വരെ എന്റെ ഹാർട്ട് ബീറ്റ് അറ്റ് ദ പീക്ക് ആയിരുന്നു. അവിടെ 5 ആൾക്കാരുണ്ടായിരുന്നു. അവർ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എനിക്കറിയാം ഞാൻ ടെൻഷനിലാണ്, നെർവസ് ആണ്, അത് കുറയ്ക്കണം, ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അറിയാത്ത കാര്യങ്ങള് അതുപോലെ തന്നെ ഹോണസ്റ്റ്ലി ആയിട്ട് അറിയാൻ മേലായിരുന്നു എന്ന് തന്നെ പറഞ്ഞിരുന്നു. ഈ ചില പൊളിറ്റിക്സ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഒട്ടും അറിയില്ല. അപ്പൊ ഐ ഡോണ്ട് നോ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ആണേലും ജനറൽ ഇന്റലിജൻസ് ഞാൻ എന്റെ മാക്സിമം കൊടുത്തിരുന്നു. ഇംഗ്ലീഷും ഓക്കെയാണ്. ജനറൽ നോളേജ് 1-2 ഒക്കെ. പിന്നെ അറിയാവുന്ന കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റ് സീരീസിലുള്ള അതേ പാറ്റേണിൽ തന്നെയാണ്. അതേ പാറ്റേൺ തന്നെയായിരുന്നു. ഫസ്റ്റ് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ ഇന്റലിജൻസ്, അങ്ങനെ. സോ അത് വളരെ ഹെൽപ്ഫുൾ ആയി. മോക്ക് ടെസ്റ്റ് സീരീസ് വളരെ സീരീസ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. സോ ഗൗരി ഇനി മിലിറ്ററി നഴ്സിംഗ് സർവീസിന് ജോയിൻ ചെയ്യാൻ പോവാണ് എയർഫോഴ്സ് ഹോസ്പിറ്റൽ ബാംഗ്ലൂർ. സോ വളരെ എക്സൈറ്റഡ് ആണോ ഇപ്പോ? ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ്. ഞാൻ സ്റ്റിൽ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ഇന്ന് രാവിലെ അവിടുന്ന് MNSന്റെ മെന്റർ വിളിച്ചിരുന്നു. അപ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയത്. അതെ. ഓക്കെ, ഗ്രേറ്റ്. സോ ഗൗരി, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ പ്രൗഡ് ആയിട്ടുള്ള എസ്പയർ ഡിഫൻസിന്റെ ഈ വർഷത്തെ ടോപ്പേഴ്സിൽ ഒരാളാണ് ഗൗരി. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. Wishing you to come out with flying colors from the Air Force Hospital, Command Hospital, Bangalore. Okay. Thank you, sir. So God bless you. Okay.